ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 21 അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്നു കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല. ഈ സാരമല്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിൻ്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രയേലിൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു. ഞങ്ങൾ യഹോവയ്ക്കും നിനക്ക് വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട്, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശെ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്രസർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി ചുറ്റി നടക്കുന്ന സമയമാണിത്. 38 വർഷങ്ങൾ അവർ അങ്ങനെ ചെയ്തു. സ്വാഭാവികം, അവർ മടുത്തു. അവരുടെ മനസ്സ് ക്ഷീണിച്ചു. കാരണം വളരെ ദൂരം അവർ യാത്ര ചെയ്തു, എവിടെയും എത്തിയുമില്ല. ഇത്തരം അവസരങ്ങളിൽ നമ്മളുടെ മനസ്സ് ക്ഷീണിക്കും. ആ അവസരങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് നമ്മൾക്ക് എന്തെങ്കിലും നിരാശയോ ദുഃഖമോ ഉണ്ടാകുമ്പോൾ അത് പാപം ചെയ്യാനുള്ളൊരു വഴിയായി മാറാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇസ്രായേൽ മക്കൾക്ക് പറ്റിയത് അതാണ്. അവരുടെ മനസ്സിലുണ്ടായ വിഷമം ദൈവത്തിനെതിരെയും മോശയ്ക്കെതിരെയുമുള്ള പിറുപിറുപ്പായി പുറത്തു വന്നു. സംഖ്യാപുസ്തകത്തിൽ ഇതൊരു പുതിയ സംഭവമല്ല. പല പ്രാവശ്യം ഇസ്രായേൽ മക്കൾ പിറുപിറുത്തതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എങ്കിലും 38 വർഷത്തെ ചരിത്രത്തിനിടയിലാണ് ഇത് സംഭവിച്ചത് എന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. പല കാലത്ത് പല തലമുറയിലുള്ള ആളുകൾ പലരുടെ നേതൃത്വത്തിലാണ് ഈ പിറുപിറുപ്പുണ്ടായത്. ഈ പിറുപിറുപ്പ് ഒരിക്കലും ദൈവം ഇഷ്ടപ്പെട്ടിരുന്നില്ല, ദൈവം വെറുത്തിരുന്നു. ഇവിടെ ദൈവം ആ പിറുപിറുപ്പിൻ്റെ ശിക്ഷയായി ജനത്തിൻ്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. ദൈവമാണ് ഈ അഗ്നിസർപ്പങ്ങളെ അയച്ചത് എന്ന് വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. മരുഭൂമിയിൽ ഉണ്ടായിരുന്ന പാമ്പ് അവരെ കടിക്കുകയായിരുന്നില്ല, ദൈവം അയച്ച അഗ്നിസർപ്പങ്ങൾ. നമുക്കറിയാം, ഇസ്രയേലിൽ ബാധയുണ്ടായപ്പോൾ ആ ബാധകളൊന്നും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഉണ്ടായില്ല. എന്നാൽ ഇവിടെ ഈ അഗ്നിസർപ്പങ്ങൾ ജനത്തിൻ്റെ ഇടയിൽ വന്നു. അതിൻ്റെ അർത്ഥം ദൈവം അവർക്ക് അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണ് ഈ അഗ്നിസർപ്പങ്ങൾ. ഇത്രയും നാളും മരുഭൂമിയിൽ അവർ താമസിച്ചിരുന്നപ്പോൾ ഒരിക്കൽ പോലും അവർക്ക് ഇങ്ങനെയൊരു അപകടം ഉണ്ടായിരുന്നില്ല. വളരെ സേഫായിട്ട് യാതൊരു പേടിയുമില്ലാതെയാണ് അവർ ജീവിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അഗ്നിസർപ്പങ്ങൾ അവരുടെ ഇടയിലുണ്ട്. വളരെ ജനം മരിച്ചു എന്നാണ് ഇവിടെ വായിക്കുന്നത്. അതിൻ്റെ അർത്ഥം എണ്ണമില്ല. സംഖ്യാപുസ്തകത്തിലെ ഒരു പ്രധാന വിഷയം എങ്ങനെ ആളുകൾ മരിച്ചു എന്നതാണല്ലോ. ഇവിടെ വളരെയധികം ആളുകൾ മരിച്ചു, പക്ഷേ എത്ര പേർ മരിച്ചു എന്ന് ഇല്ല. ഇത് ജനത്തിൻ്റെ ഇടയിൽ ഒരു തിരിച്ചറിവിന് കാരണമായി. അവർ മോശയുടെ അടുക്കൽ വന്ന്, ഞങ്ങൾ നിനക്ക് വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ദൈവം പറയാതെ അല്ലെങ്കിൽ മോശ എന്തെങ്കിലും പറയാതെ തന്നെ ജനത്തിന് പാപബോധമുണ്ടായി. ഞങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായി. ഈ സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കളയാൻ നീ പ്രാർത്ഥിക്കണമെന്ന് മോശയോട് പറയുകയാണ്. എന്നാൽ ദൈവം ഈ സർപ്പങ്ങളെ മാറ്റിക്കളഞ്ഞില്ല.
അതായിരുന്നു ഏറ്റവും എളുപ്പം. ദൈവത്തിന് വളരെ എളുപ്പം സർപ്പങ്ങളെ മാറ്റിക്കളയാമായിരുന്നു. പക്ഷേ അത് ദൈവം ചെയ്തില്ല. മറിച്ച് മോശയോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു. ഈ അഗ്നിസർപ്പത്തിൻ്റെ രൂപത്തിൽ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ കൊടിമരത്തിൽ തൂക്കണം. ആരെയെങ്കിലും അഗ്നിസർപ്പം കടിച്ചാൽ അവൻ ഈ സർപ്പത്തെ നോക്കിയാൽ, താമ്രസർപ്പത്തെ നോക്കിയാൽ അവൻ മരിക്കില്ല, രക്ഷപ്പെടും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഈ താമ്രസർപ്പത്തിന് എന്തെങ്കിലും വിശേഷതയുണ്ടോ? തീർച്ചയായുമില്ല. ഞാനത് പറയാൻ കാരണം, ഈ താമ്രസർപ്പം പിന്നീട് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ നിന്ന് കനാൻ നാട്ടിൽ വന്ന് അവിടെ താമസിച്ചപ്പോൾ ആരോ ഈ താമ്രസർപ്പത്തെ എടുത്തു വെച്ചിരുന്നു. അത് ഒരു ദൈവമായി, ഒരു വിഗ്രഹമായി മാറി. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇതിനെ നെഗുഷ്ടാൻ എന്നൊരു പേരൊക്കെ ഇട്ട ആളുകൾ ഇതിനെ ആരാധിക്കാൻ തുടങ്ങി. പിന്നീട് അതിനെ നശിപ്പിച്ചു കളഞ്ഞു, അത് വേറൊരു കാര്യം. എങ്കിലും ദൈവം കൊടുത്ത ഈ താമ്രസർപ്പത്തിന് യാതൊരു പ്രത്യേകതയും ഇല്ലായിരുന്നു. പിന്നെ എന്തിനാണ് ഇത് കൊടുത്തത്? ഇത് ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ അടയാളം മാത്രമായിരുന്നു ഈ താമ്രസർപ്പത്തിലേക്ക് നോക്കുന്നത്. താമ്രസർപ്പത്തിലേക്ക് നോക്കുന്നതിന് ഒരു മാജിക് പവറും ഉണ്ടായിരുന്നില്ല. അത് ഒരു അടയാളം മാത്രമായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത് പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് നിക്കോദീമോസിനോട് സംസാരിക്കുമ്പോഴാണ്. താൻ അവിടെ പറഞ്ഞു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിക്കാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. യേശുവിനെ വിശ്വസിക്കുന്നതിൻ്റെ അടയാളമാണ് ഈ താമ്രസർപ്പത്തെ നോക്കുക എന്നുള്ളത്. അവർ താമ്രസർപ്പത്തെ നോക്കുമ്പോൾ അവർ അംഗീകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ പിറുപിറുത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ അഗ്നിസർപ്പങ്ങൾ ഞങ്ങളെ കടിക്കുന്നതും ഞങ്ങൾ മരിക്കുന്നതും. അതവർ അംഗീകരിക്കണം. രണ്ടാമത്, ഞങ്ങൾ ചെയ്ത തെറ്റിന് ദൈവം ന്യായവിധി അയച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവം ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ്. ആ ന്യായവിധി ഈ അഗ്നിസർപ്പങ്ങളുടെ കടിയാണ്. എന്ന് വച്ചാൽ മരണമാണ് ദൈവത്തിൻ്റെ ന്യായവിധി. ഞാൻ മരണയോഗ്യനാണ് എന്ന് സമ്മതിച്ചുകൊണ്ടാണ് ഒരു വ്യക്തി ആ താമ്രസർപ്പത്തെ നോക്കുന്നത്. അടുത്തതായി, ഈ താമ്രസർപ്പത്തെ എല്ലാവർക്കും കാണാവുന്നതുപോലെ ഒരു കൊടിമരത്തിലാണ് തൂക്കിയിരിക്കുന്നത്. ആർക്കും നോക്കാം, ആർക്കും വിശ്വസിക്കാം. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൻ്റെ ഒരടയാളമാണ്. യേശു ക്രിസ്തുവിനെ ആരാണ് നോക്കുന്നത്? യേശു ക്രിസ്തു ഒരു നല്ല ഗുരുവായതുകൊണ്ട് അവനെ നോക്കാം എന്ന് കരുതുന്ന പലരുമുണ്ട്. എന്നാൽ പാപം ചെയ്തു ഞാൻ നിത്യശിക്ഷാവിധിക്ക് യോഗ്യനാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ നോക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മരണം അവൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്നു. അഥവാ എൻ്റെ പാപപരിഹാരത്തിനു വേണ്ടിയാണ് യേശു മരിച്ചതെന്ന് അയാൾ വിശ്വസിക്കുന്നു. എൻ്റെ പാപത്തിന് ദൈവം ന്യായവിധി നടത്തും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് യേശുവിലേക്ക് നോക്കുക. മൂന്നാമതായി, ഞാൻ എൻ്റെ പാപനിമിത്തം മരണയോഗ്യനാണ്, ഞാൻ ഇങ്ങനെ തുടർന്നാൽ മരിക്കുകയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ആ താമ്രസർപ്പത്തിലേക്ക് നോക്കുന്നത്. അതുപോലെ തന്നെ മരണയോഗ്യനാണെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് യേശു ക്രിസ്തുവിനെ നോക്കുന്നത്. ആർക്കും യേശു ക്രിസ്തുവിലേക്ക് നോക്കാം. ഇതിന് ഒരു പരിധിയുമില്ല. ആർക്ക് നോക്കാം, ആർക്ക് നോക്കാൻ പാടില്ല എന്നൊരു വേർതിരിവില്ല. ആർക്കും നോക്കാം. സംഖ്യാപുസ്തകത്തിൽ ഈ ന്യായവിധി ഉണ്ടായത് പുതിയ തലമുറയ്ക്കാണ്. ഇന്നും ഇത് വളരെ പ്രസക്തമാണ്. ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവരുടെ മക്കൾ, പുതിയ തലമുറയിലുള്ളവർ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ നിസ്സാരമായി എടുക്കാൻ സാധ്യതയുണ്ട്. യേശുവിൽ വിശ്വസിച്ചാൽ പോരെ, മതി. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നതിൻ്റെ പുറകിൽ ഒന്നാമത് നിങ്ങൾ പാപം ചെയ്തു എന്ന് സമ്മതിക്കണം. രണ്ടാമത്, എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയായ ദൈവത്തിൻ്റെ ന്യായവിധി മരണമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. മൂന്നാമത്,
ആ മരണം എനിക്ക് വേണ്ടി യേശു ക്രിസ്തു ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കണം. ഇതാണ് യേശുവിൽ വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ യേശുവിൽ വിശ്വസിച്ചാൽ, അങ്ങനെ യേശുവിനെ വിശ്വാസത്താൽ നോക്കിയാൽ നിത്യജീവനും പാപക്ഷമയും നിങ്ങൾക്ക് ലഭിക്കും. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.